കുറച്ച് കിടക്കട്ടെ. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റൊക്കെ ഫുള്ളായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? രാവിലെ നമ്മൾ നേരത്തെ എണീച്ച് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജിമ്മിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ജിമ്മിലെത്തുമ്പോഴേക്കും 6 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ബാങ്കെല്ലാം 5:30 കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും സമയമാവുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. നമ്മുടെ വർക്കൗട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു. 1.5 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ഉണ്ടാവും. കാർഡിയോ ഉണ്ടെങ്കിൽ പിന്നെയും കൂടുതൽ എടുക്കും കേട്ടോ സമയം. മോർണിംഗ് ഇന്നൊക്കെ ആൾക്കാർ കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മെഷീൻ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. എങ്ങനെയൊക്കെയോ ക്യൂ നിന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് 2-3 ഭാഗത്ത് ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അധികം ബിസി ഇല്ലാണ്ട് കിടക്കുന്ന റോഡുകളൊക്കെയാണ്. ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെയൊക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ജിമ്മിൽ നിന്ന് നമ്മളിതാ ഇറങ്ങുമ്പോഴത്തേക്കും ഏകദേശം 7:30 ആയിട്ടുണ്ടാവും. ഇനി വീട്ടിൽ പോയിട്ട് ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. എന്താ പറയുക, അയ്യോ വേഗം എല്ലാം ചെയ്ത് തീർക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇക്കയും കൂടെ ജിമ്മിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. ഫസ്റ്റ് തന്നെ കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സ് മാറ്റി നമ്മുടെ സാധാരണ കോസ്റ്റ്യൂം ഇടും. എന്നിട്ട് പിന്നെ നമ്മുടെ വർക്ക് അങ്ങ് തുടങ്ങും. അങ്ങനെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. എത്ര ലൈക്ക് കിട്ടണം? ഒരു 500 ലൈക്കെങ്കിലും ആക്കി തരണം പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, ഒരു 500 പേരെങ്കിലും, നമ്മുടെ ഒരു 10,000 പേര് കാണുന്നുണ്ടെങ്കിൽ ഒരു 500 പേരെങ്കിലും അതിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ് ചോദിച്ചപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ റെഡും ഗ്രീനും ഹാർട്ടും നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ സന്തോഷമായി. ഇച്ചിരിയെങ്കിലും ആൾക്കാർ ഫുള്ളായിട്ട് കാണുന്നുണ്ടല്ലോ എന്തായാലും. അപ്പോൾ ഇപ്പം നല്ല മാറ്റമുണ്ട്. പഴയതാ ഭംഗി. എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടാണോ? മുടി നമ്മൾ അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ബയോട്ടിൻ. പിന്നെ ഞാൻ ഫുൾ സ്ട്രെയിറ്റ് അല്ല ചെയ്തത്. എൻ്റെ മുടിയുടെ താഴെ കേളായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താവും, മുടി കുറച്ച് ഉള്ളതുപോലെ തോന്നും കേട്ടോ മുടി. അപ്പോൾ ഫുള്ള് കോലാക്കിയിട്ടില്ല ഞാൻ. പിന്നെ നമ്മൾ മുടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ ഒന്ന് മാറും, കുറച്ച് തടിച്ച പോലെ ആവും. ഇനിയിപ്പോൾ ഇച്ചിരി മോഡേൺ ലുക്ക് വരും. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനെന്തോ ഇത്താൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണാറില്ല. ഇത്ത മോഡലായി, അങ്ങനായി ഇങ്ങനായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് മോഡലാവാൻ. അതൊക്കെ പോട്ടെ അല്ലേ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കമൻറ്റ്സ് ഉണ്ട്, അത് വായിക്കാം അല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ന് ഇഡ്ഡലി കാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോനിങ്ങനെ ഇപ്പം അടുത്തല്ലേ ഇഡ്ഡലി ഞാൻ കൊണ്ടുപോയത്, ഞാൻ കഴിച്ചത് എന്നൊക്കെ പറയുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇഡ്ഡലി കാട്ടിയിട്ടേ ഇല്ല, പിന്നെ നീ എവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാനാണ് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ആരോ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അങ്ങനെ നമ്മൾ ഇഡ്ഡലിക്ക് മാവൊക്കെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആട്ടിയാണ്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ ഞാൻ അരയ്ക്കാൻ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഉമ്മ എന്താണ് പറയണത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ബീഫിൻ്റെയും പുട്ടിൻ്റെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിനിക്ക് കൊഞ്ചി സംസാരിക്കലുണ്ട് ആ കമൻറ്റിൽ പറഞ്ഞതുപോലെ. ശരി ഓക്കെ, സമ്മതിച്ചു. നിങ്ങളോടല്ലേ കൊഞ്ചുന്നേ? കുറച്ചൊക്കെ കൊഞ്ചിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ ഉള്ളിയിടാതെ കറിയുണ്ടോ? ഞാനും അങ്ങനെ തന്നെ കുറേ ഉള്ളിയിടും. എത്ര പെട്ടെന്നല്ലേ. നമ്മുടെ നനച്ചുളിയുടെ എന്തോ ആണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അത് ഇപ്പം അടുത്താണ് ആ വീഡിയോ കണ്ടതുപോലെ തോന്നിയത്. പക്ഷെ 1 ഇയർ ആവാനായില്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് കുറേ ഗ്രീൻ ഹാർട്ട്, റെഡ് ഹാർട്ട് അങ്ങനെ കുറേ ഹാർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സിലിണ്ടർ എത്ര
എത്ര ഡേയ്സ് വരും എന്ന് ചോദിക്കുന്നുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. 25 ദിവസം മുതൽ 30 ദിവസം വരെയാണ് കേട്ടോ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വരാറുള്ളത്. പിന്നെ എഗ് ബോയിലർ വാങ്ങിക്കൂടെ? ബീഫ് കറി സൂപ്പറാണ് കേട്ടോ. എനിക്കും നല്ല വയറുവേദനയാണ്, കാൽക്കടച്ചിലും ബാക്ക് പെയിനൊക്കെ ഉണ്ടാവത്രേ 2 ദിവസം മുന്നേ. ബട്ട് ഇവിടെ ഞാനല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കാനില്ല. ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വന്ന് കിടക്കും. നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ ഹോട്ട് ബാഗ് വെച്ചിട്ട് ചൂട് പിടിക്കും. ഞാൻ എൻ്റെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ അഭിപ്രായം ചോദിക്കും. ഹസ്ബൻഡിന് നാട്ടിൽ ഉള്ളപ്പോഴും ചോദിക്കും. ഓക്കെ ഫൈൻ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ബാക്ക് പെയിനൊന്നും ഉണ്ടാവാറില്ല, കാലുവേദന ഉണ്ടാവാറില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ദേഷ്യം, സങ്കടം എല്ലാം വരും. 2 ദിവസം മുന്നേ തന്നെ വരാൻ തുടങ്ങും. ചിലപ്പോൾ ഉണ്ടാവും തലയിൽ എന്തൊക്കെയോ കിടന്ന് ഓടുന്ന പോലെ, വല്ല ഭാരം കയറ്റി വെച്ച പോലെ. ഞാൻ കുട്ടികളുടെ അടുത്ത് പറയും എൻ്റെ അടുത്തേക്ക് ഇപ്പം വരണ്ട, എനിക്ക് വയ്യ പറയും. ചില സമയത്ത് ഞാൻ അവരോട് ചൂടായാലോ ചെറിയ കാര്യത്തിന് വരെ ഞാൻ ചൂടാവുന്നൊരു സ്വഭാവമൊക്കെ വരും. അതൊക്കെ അവർ മനസ്സിലാക്കി അങ്ങനെ ഒരു പ്രയാസമുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ റൂമിൽ നിന്ന് മാറിയേ കിടക്കൂട്ടോ. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു കട്ടിലുണ്ട്, അവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ കിടക്കാറ്. അങ്ങനെയൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ട കുറേ ദിവസങ്ങളാണല്ലോ അല്ലേ. 2 ദിവസം ഭയങ്കര, 2ാമത്തെ ദിവസം ഉണ്ടാവും വയറിങ്ങനെ നീറി അങ്ങനെ കേട്ടോ. പിന്നെ ഹായ് ജിനി, പല്ലിൽ ക്ലിപ്പ് ഇട്ടൂടെ? നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇപ്പം എന്നെ കാണാൻ ഭംഗിയില്ലേ? എന്താണ് ഈ ഭംഗി? ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇടാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഞാൻ കുറേ വ്ളോഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണമെങ്കിൽ എൻ്റെ മോണെ കഴിച്ച് അതായത് ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് ക്ലീൻ ചെയ്തു തന്നു, ഡീപ്പ് ക്ലീൻ ചെയ്തു തന്നു. ഇനി മോണ അഴിച്ചിട്ട് നമുക്ക് ഫുള്ളും ഭയങ്കര ഒരു ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഈ മോണ അഴിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മോണ അഴിക്കുമ്പം അവർ 4 ഭാഗത്തും ഇഞ്ചക്ഷൻ ഇടും. ആ ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ നാവ് പോലും എനിക്ക് പൊങ്ങൂല അത്രേ. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങിയിട്ടോ. ഡീപ്പ് ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ അവർ 2 ഇഞ്ചക്ഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് എൻ്റെ വായ അനക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു സംഭവം, നമ്മുടെ ബോഡിയിലത്തെ ഒരു പാർട്ട് അനങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് ഞാൻ അനുഭവിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. അത് കാരണമാണ് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ഇനിയിപ്പോൾ 2 months വെക്കേഷൻ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ പോയിട്ട് ഇതൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് നടക്കും. എത്ര ആൾക്കാരുണ്ട് പല്ല് പൊങ്ങിയത്, എത്ര ആൾക്കാരുണ്ട് അങ്ങനെ കയ്യും കാലൊന്നും ഇല്ലാണ്ടിരിക്കണമൊന്നുമില്ലല്ലോ. ഞാനിവിടെ ജസ്റ്റ് ഒരു പല്ല് പൊങ്ങിയതല്ലേ, അത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ആക്കിക്കോളാം. ഞാൻ മോശമായിട്ടുള്ള റിപ്ലൈ അല്ല കേട്ടോ തന്നത്. ആ കുട്ടി നല്ല കമൻറ്റ് എനിക്ക് ഇട്ടത്. പക്ഷെ കുറേ ആൾക്കാർ ഇങ്ങനെ ചിരി ബോറ്, അത് ബോറ്, ഇത് ബോറ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയണേന്ന് തോന്നിപ്പോവാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കമൻ്റ് ഇട്ട ആൾക്ക് എൻ്റെ പല്ല് കെട്ടാത്തതിൻ്റെ റീസൺ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പം എന്തായാലും ചോദിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അതേപോലെ ഉണ്ടല്ലോ, ബീഫ് ഫ്രീസർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ കുക്ക് ചെയ്യാൻ താമസം ഉണ്ടാവുമെന്ന് ഒരു കമൻറ്റ് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയുമോ എന്നുള്ളത്. പിന്നെ താത്താൻ്റെ സൗണ്ട് സൂപ്പറാണ്, താങ്ക് യു. പല്ലിന് കമ്പി ഇട്ടൂടെ പിന്നെയും? ഓക്കെ, നേരത്തെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ഫുൾ കാണാറുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാത്ത ബീഫ് എളുപ്പം വേകും. ഓക്കെ, അതാണ് അപ്പോൾ അതിൻ്റെ റീസൺ അല്ലേ. മോന് കടയിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഓരോ സാധനങ്ങൾ മറന്നു പോകും, പിന്നെയും വാങ്ങാനായിട്ട് പോകും. അന്നൊക്കെ 1 മണിക്കൂറിൽ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ കിട്ടുമത്രേ. 1 രൂപ കൊടുത്താൽ 1 മണിക്കൂർ സൈക്കിൾ യാത്ര ചെയ്യാം. അങ്ങനെ ഈ 1 മണിക്കൂറും കടയിൽ പോകുന്ന സമയം മാത്രമാകുന്നു. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളും കുട്ടികൾ ചെയ്യുമ്പോഴേ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തോട്ടാണ് കേട്ടോ ഞാനും പെട്ടെന്ന് പോകാറുള്ളത്. ഈ പറഞ്ഞ പോലെ കടയിലോട്ട് ഓടിപ്പോകും. മല്ലി, മുളക്, മഞ്ഞൾ എന്നുള്ള ഉമ്മാൻ്റെ മുന്നിൽ നിന്ന് പറയണതും ഒക്കെ നമ്മളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ എൻ്റെ വക 2 ലൈക്ക് ഡെയിലി 2 ഫോണിൽ നിന്ന്. താങ്ക് യു സോ മച്ച് മുത്തേ, മാഷല്ലാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഹാർട്ടും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായി കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, താങ്ക് യു. പിന്നെന്താണ്, അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മൂന്നുപേരും കഴിച്ചു. ഉമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മക്ക് ഈ പറഞ്ഞ പോലെ നോമ്പായിരുന്നു. ഇനിയിപ്പോൾ എന്നോട് എന്താ നോമ്പെടുത്തില്ല എന്നൊന്നും ചോദിക്കണ്ട, റീസൺ പലർക്കും അറിയണ്ടാവും. അതൊക്കെ കോമൺ സെൻസ് അല്ലേ. പിന്നെ ഇത് തട്ടമാണോ ഹെയർ ബാൻഡാണോ എന്ന് എൻ്റെ വല തട്ടം കണ്ടിട്ടാണല്ലേ, വലത്തട്ടം. അത് തട്ടം തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഹായ് ജിനി, സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. ജിനി കമൻറ്റ് വായിച്ചു. ഞാനാട്ടോ ഉള്ളി ജിനി എന്ന് പേരിട്ടത്. വയനാടാണ് പ്ലേസ്. ഓക്കെ സുമി, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. കുറേ പേര് ഉള്ളി നിറയെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബീഫ് വേവ് കൂടും. മനസ്സിലായി കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ തട്ടയിടുന്നത്, കുറച്ച് ഓവറാട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇച്ചിരി ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂന്ന്, മറ്റേ സിനിമയിൽ പറയണ പോലെ അല്ലേ. പിന്നെ വീഡിയോയിൽ ഫസ്റ്റ് ഇക്കാക്ക് വാരിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ കത്തി കൊണ്ട് പാൽപാത്രം തുറന്നപ്പോൾ കൈമേ തട്ടിയെന്ന് വിചാരിച്ചു. ഇല്ല, ഞാനൊരു ബീഫിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പുട്ട് വിളമ്പിയപ്പം ഞങ്ങളെല്ലാവരും കൂടെ 4 പേരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉപ്പ പണ്ട് കഴിച്ചിരുന്നു, ഉപ്പ കഴിക്കാറില്ല. ഉമ്മ പിന്നെ ഉമ്മയും പണ്ട് അങ്ങനെ അവർ വേറെ എവിടെയോ താമസിച്ചിരുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് അത് വിട്ടപ്പോൾ പിന്നെ ഇപ്പോൾ കഴിക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ കമൻറ്റ് വായിച്ചു. വെരി ഹാപ്പി ജിന്നി. ഓക്കെ മുത്തേ, ഒരു ഹായ് തരാമോ, മറന്നോ എന്നെ ചോദിക്കുന്നുണ്ട്. ബാബു MK ബാബു, എന്തായാലും ഹായ്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഇതിലത്തെ ഐഡിയ ഒന്ന് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ലല്ലോ. അപ്പോൾ എന്തായാലും ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാചകടിയിൽ കുറേ പണികൾ ഇങ്ങനെ തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിരിയാണി ചട്ടിയുടെ റേറ്റ് എൻ്റെ ഓർമ്മയിൽ 2500 മുതൽ 3500 ഉള്ളിലാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഞാൻ അതിൽ 3 കിലോ റൈസും 3 കിലോ ഇറച്ചിയും കൂടെ ഇട്ടിട്ട് ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടും നിറയെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 4 കിലോ ഒക്കെ വെക്കാൻ പറ്റുന്നുള്ളത്. എത്ര ലിറ്റർ ആണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വൈറ്റ് കളർ ഫ്രൈങ് പാൻ എവിടുന്നാ വാങ്ങിയത് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചതാണ്. ഒരു ഗുണവും ഇല്ല കേട്ടോ, വാങ്ങിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. വെറുതെ വാങ്ങിച്ചു കേട്ടോ. ജിനിയുടെ ഇക്ക മെലിഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ തടിച്ചോ? മൂപ്പർക്ക് ഇനി ഒരു ദോശയ്ക്ക് പകരം 2-3 ദോശയ്ക്ക് തീറ്റിക്കണം, എന്നിട്ട് തടിപ്പിക്കണം ആളെ. ഓക്കെ, പിന്നെ സൂപ്പർ. എനിക്കും തോന്നിയെന്നോ, എന്ത് തോന്നി? ഞാൻ കുറച്ച് ഓവറാണെന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ. ഓക്കെ, എന്തായാലും ഞാനിവിടെ നമ്മുടെ കപ്പ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കപ്പ പുഴുങ്ങിയെടുക്കുകയാണ്. അതിലോട്ടൊരു ചമ്മന്തി ഞാൻ അരയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വേഗം പറയണം കേട്ടോ. പിന്നെ നമ്മുടെ പ്രോൺസ് ബിരിയാണി നേരത്തെ ഇട്ടത് കണ്ടിട്ട് അവർ 5 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത്ര, സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളോട് എഗ്ഗ് കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ക്രീമി എഗ്ഗ് കറിയുടെ, അത് ഞാൻ ഇന്നലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചു കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. പിന്നെ മാഷാ അല്ലാഹ് സൂപ്പർ ജിനി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുന്നത് ബോറാണ്, ആർട്ടിഫിഷ്യൽ സംസാരം പോലെ തോന്നുന്നു. നമ്മുടെ ചില വാക്കുകളൊക്കെ വലുതായിരിക്കും. അപ്പം ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അതിനിപ്പോൾ ബോറായി. ഞാൻ ഇംഗ്ലീഷ് എനിക്ക് അറിയുന്നോ, ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില വാക്കുകളൊക്കെ നമ്മൾ പറയും. താങ്ക്സ് എന്ന് പറഞ്ഞാൽ വെൽക്കം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, താങ്ക്സ് പറയും, സോറി പറയും. ഇതിനൊക്കെ നമ്മൾ ക്ഷമ, നന്ദി ഇങ്ങനെയൊക്കെ പറയുമോ? ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ഇംഗ്ലീഷൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂസ് ഉപയോഗിക്കുന്ന ആൾ, യൂസ് ചെയ്യുന്ന ആൾ തമ്മിൽ അത്രയും എന്തോ ഒരു ഇതില്ലേ, അതിന് വേണ്ടിയിട്ട് കംഫർട്ടായിട്ടുള്ള വേർഡുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിനിപ്പോൾ അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമില്ല. പിന്നെ കുറച്ച് കൊഞ്ചലുണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ ഇനി മാറ്റാൻ ശ്രമിക്കാം. അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇതാ ഞാൻ കറിവേപ്പിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കപ്പ പുഴുങ്ങാൻ വേണ്ടി വെച്ചു. കപ്പയിലേക്ക് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. ഇവിടെ ചെറിയുള്ളി ഒരു 10-15 എണ്ണം കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 8-10
വറ്റൽമുളകും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കപ്പ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് കണ്ടില്ലേ, അപ്പോഴേക്കും നമ്മുടെ കപ്പ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ഈ യെല്ലോ കളർ കപ്പനെ കാളും ഇഷ്ടം വൈറ്റ് കളറാണ്. പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ, ഇനിയിപ്പോൾ ഞാൻ യെല്ലോ കളർ വൈറ്റ് കളർ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഉമ്മ അത് ഇട്ടോ എന്ന് പറഞ്ഞു, നല്ലതാണ് പറഞ്ഞു കേട്ടോ. അതായത് വെജിറ്റബിളിലും ഇതിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതല്ലേ, പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ വേവിക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒന്നുകൂടി കളർ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയുടെ തൊലിയും വേസ്റ്റുകളൊക്കെ ഞാൻ തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ FBയിലും കുറേ കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ജിം ആയിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുന്നില്ലേന്ന്. നമ്മുടെ പാൽപാത്രത്തിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, ആ പിടിയില്ലേ അത് അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഇക്കമാരെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിളിക്കുമല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ, ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമല്ലോ. അതിത്ര വലിയതാണോ? പിന്നെ ബീഫ് ഫ്രീസറിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വേവാൻ ടൈം കൂടുതൽ വേണം. ഓക്കെ, മനസ്സിലായി. കുറേ പേരത് നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച്, ഞാൻ ഇന്ന് കഴിച്ച ലഞ്ച് ഇതാണ് കേട്ടോ. നല്ല കപ്പ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പ്രോട്ടീന് ഞാനൊരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഈ കപ്പ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് പ്രോട്ടീൻ കഴിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ലൈക്ക് നമ്മൾ ബീഫ്, ഫിഷ്, ചിക്കൻ അങ്ങനെ എന്തെങ്കിലും കൂട്ടം കഴിക്കണം അത്രേ, അങ്ങനെയാട്ടോ പറയുന്നത്. പിന്നെ കൂടെ നല്ല ചമ്മന്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചമ്മന്തിയുടെ കൂടെ തന്നെ നല്ല കട്ട തൈര്, ഇച്ചിരി പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള കട്ട തൈര് കേട്ടോ. അത് ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട് കേട്ടോ വീട്ടിൽ. അതേപോലെ നമ്മൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോഴും കാന്താരി മുളകിട്ട തൈര് അതിൽ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഈ ചമ്മന്തി, കപ്പ, തൈര് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് ഇതാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വാതിലൊക്കെ തുറന്നു. അതായത് വൈകുന്നേരമായി. അപ്പോൾ ഞാൻ വാതിലൊക്കെ പോയി തുറന്നു. അയൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവനക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവൻ ട്യൂഷന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ സൂപ്പർ വീഡിയോ ഇത്ത വാരി കൊടുത്ത പോലെ ഞാനും കൊടുക്കാറുണ്ട്. ഇന്ന് കൊതിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചിട്ട് എല്ലാം സൂപ്പർ, പാസ്ത അടിപൊളി. ഇത്ത പറഞ്ഞത് ശരിയാണ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് നല്ലത് ആണ് എന്ന് അവർ പറഞ്ഞ് കേൾക്കുന്നത് ശരിക്കും സന്തോഷമുള്ള കാര്യമാണ്. വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. സൂപ്പർ ഇത്ത, വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഈവനിങ് ആയപ്പം നമ്മൾ ഒന്ന് ഉള്ളിലൊക്കെ അടിച്ചു വാരി. പിന്നെ ഉമ്മ ചെയ്യുന്ന ജോബുകളൊക്കെ ഞാൻ തന്നെ ചെയ്തു. നോമ്പായതുകൊണ്ട് പിന്നെ വിളിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം അതൊക്കെ പോയി എടുത്തിട്ട് വന്നു. ഡ്രസ്സുകളൊക്കെ പോയി. പിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടേ ഇന്ന് ഒരു ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുന്നൊരു സ്റ്റൈലാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൂസിൽ മാവ് കലക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ എന്തായാലും ഇതവിടെ പച്ചമുളകും വലിയുള്ളിയൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് രണ്ടും ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ചതച്ചതുണ്ടായതുകൊണ്ട് തൽക്കാലം അതിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ എടുത്തത്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ നോമ്പിന് എന്തായിരുന്നു സ്പെഷ്യൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളിയിലോട്ട് ഇച്ചിരി ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇല്ലെങ്കിൽ ഇനി പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി അങ്ങ് എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ, മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം പരിപാടിയായിരിക്കും അല്ലേ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യണതും ജ്യൂസ് ഉണ്ടാക്കുന്നതും നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതും എല്ലാം കൂടെ. അപ്പോൾ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ സർബത്താണ് കേട്ടോ. നോമ്പ് തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ നമ്മളിവിടെ സർബത്ത് മസ്റ്റാണ് കേട്ടോ. എന്നുണ്ടാവും, എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും നമ്മളിവിടെ സർബത്ത് ഉണ്ടാക്കും കേട്ടോ. അതങ്ങ് ശീലമായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കലക്കി അതിനൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് ചെത്തിയാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, ഷെയ്ക്ക് അടിച്ച് അടിപൊളിയായിരിക്കും. വെറുതെ കഴിക്കാൻ
സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അരി എത്ര കിലോ ആണോ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ ഉള്ളിയുടെ പകുതി അളവിൽ തക്കാളി, അതാണ് ബിരിയാണിയുടെ കണക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് ബിരിയാണിയാണ് അല്ലേ? ശരിക്ക് ഞാൻ അങ്ങനെയാട്ടോ. അപ്പോൾ ഈ ഓരോ ടൈപ്പ് ബിരിയാണിക്കും ഓരോ ടൈപ്പ് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, ഓരോ ടൈപ്പ് അളവായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വരെ ഞാൻ കേട്ടിട്ടില്ല ഈ ബിരിയാണിയല്ല, ഞങ്ങളുടേത് മാത്രമാണ് ബിരിയാണി എന്ന്. പക്ഷെ ഞാനൊരു ബിരിയാണി ഇടുമ്പോൾ അതിൽ കുറേ കമൻസ് വരാറുണ്ട്. ഇത് ബിരിയാണിയല്ല, ഇത് അതാണ്, ഇതാണ്, ഇത് അങ്ങനെയാണ്, ഇതെന്താണ്, ഇതാണോ ബിരിയാണി, ഇങ്ങനെ പല പല കമൻസും വരാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ തന്നെ നമ്മളെ ഫുഡ് എത്ര ടൈപ്പ് ഫുഡുണ്ട് അത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നമ്മളിപ്പോൾ ഒരു ചിക്കൻ തന്നെ എത്ര വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ബീഫ് കൊണ്ട് തന്നെ എത്ര വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? അതേപോലെ ഈ ബിരിയാണി എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് ഈ ജീരകശാല അരി വെച്ചിട്ട് ബിരിയാണി, അല്ലെങ്കിൽ ഈ കൈമ റൈസ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. പുറത്തോട്ട് പോകെ ബിഗ് റൈസാണ്, ബാസ്മതി റൈസ്, അത് ദാവത്ത്, അങ്ങനത്തെ പല പല റൈസുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. ദാവത്ത് ഒരു കമ്പനിയുടെ പേരാട്ടോ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ടൈപ്പ്, നമ്മൾ സാധാരണ ചോറിന് എന്തെല്ലാം അരിയുണ്ട്, എന്തെല്ലാം ടൈപ്പ് വെക്കുന്നുണ്ട് ആൾക്കാർ ഇല്ലേ? അപ്പോൾ പിന്നെ ബിരിയാണിയും ഒന്ന് മനസ്സിലാക്കുക. ബിരിയാണിയും ഉണ്ട് പല രീതിയിൽ, പല മസാല ഇട്ടിട്ട്, പല അളവിൽ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മാവ് ടൈറ്റ് ഉണ്ടാവും, കാരണം ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ടൈറ്റിൽ ഉണ്ടാക്കും കേട്ടോ. എണ്ണ അധികം കുടിക്കില്ല ഇങ്ങനെ ടൈറ്റ് ഉണ്ടെങ്കിൽ. കുറച്ച് ലൂസ് ആക്കി കഴിഞ്ഞാൽ എണ്ണ നന്നായി കുടിക്കും ചെയ്യും, ഭയങ്കര ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പാക്ക് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുള്ളൂ. പിന്നെ മാവിലോട്ട് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ കാര്യം മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ബിരിയാണിയിൽ മുളക് പൊടി ഇടില്ല, ബിരിയാണിയിൽ അതിടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ബിരിയാണിയിൽ കുരുമുളക് പൊടി ഇടില്ല, അറിയോ? പക്ഷെ നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ആ സൈഡിലൊക്കെ കുരുമുളക് പൊടി ഇടുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ എവിടേക്കോ ഞാൻ അത് കണ്ടിട്ടുണ്ട്, ഇവിടെ ഇടില്ല. പക്ഷെ ഞാൻ ഇടാറുണ്ട് ഇവിടെ. എനിക്കിഷ്ടമാണ് കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട്. അതിട്ടത് കൊണ്ട് വലിയ കഴിക്കാൻ പറ്റാണ്ടാവ്, അല്ലെങ്കിൽ അത് എന്തിനു നീ അതിട്ട് എന്ന് ചോദിക്കുക, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫുഡിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക, ബഹുമാനിക്കാൻ പഠിക്കുക. ഇതല്ല ഇതല്ല എന്ന് പറയാതിരിക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ളിവട കുറച്ച് ലൂസാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയില്ലേ, കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ കുറച്ച് പുറത്തോട്ടൊക്കെ തള്ളി നിന്ന് അടിപൊളിയല്ലേ ഉള്ളി ജിനിയില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിവടയൊക്കെ സെറ്റാക്കി ബാങ്ക് കൊടുത്തപ്പോൾ ഉമ്മ ഇരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ ഡ്രസ്സുകൾ മടക്കി വെച്ചിരുന്നു, അതിനൊക്കെ എടുത്ത് ഞാൻ ഉള്ളിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഉമ്മാൻ്റെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ എല്ലാം കുടിക്കും. ചായ നമ്മൾ 5 മണിക്ക് കുടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള സമയത്തുണ്ടല്ലോ, നോമ്പുള്ള സമയത്ത് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കാറ്. ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങിയാലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് 1.1 മില്യൺ വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ റെസിപ്പി ഉള്ള വ്ളോഗ് ഞാൻ യൂട്യൂബിൽ ഇടും കേട്ടോ, എല്ലാവരും കാണണം. ഓക്കെ, അങ്ങനെ എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയായിട്ട് ഞാൻ 2 എണ്ണത്തിൽ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിർത്തി. എനിക്ക് പേടിയാണ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇരുന്നാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, അതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ അയാൻകുട്ടിക്ക് ഞാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്കവട ഉണ്ടാക്കിയത് കുറച്ച് കൂടുതൽ ആയി പോവുകയും ചെയ്തു, ഫിനിഷാക്കാൻ പറ്റൂല തോന്നി. ഈ പക്കവട ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടില്ലേ ഒന്ന് കഴിച്ച് നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചായ എല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എന്താ വേണ്ടേ? സർബത്തുണ്ട്.
അങ്ങനെ അയാൻകുട്ടി വന്ന പാടെ എന്നോട് ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ, എന്തെങ്കിലും കഴിക്കാണ്ട് വിശക്കണമെന്ന്. അവൻ രാവിലെ ഒന്നും കഴിക്കില്ല, പിന്നെ രാത്രി ഇരുന്നത് ഇതേപോലെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതാണൊരു പ്രശ്നം. അങ്ങനെ ഞാൻ നേരെ പോയത് ഇത്രയും നേരം ഞാൻ എടുത്ത വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനായിരുന്നു കേട്ടോ. അത് കൊടുത്ത് വരുമ്പോഴത്തേക്കും പിള്ളേരവിടെ വിശന്നിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് തെറ്റും, അപ്പോൾ പിന്നെ ശരിയാക്കണം, ഇങ്ങനെയൊക്കെ കുറേ പണികളുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ബൺ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഈ ബൺ പൊറോട്ട ഒരിക്കലും പാർസലാക്കി കഴിക്കരുത്, അവിടെ പോയി കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്കും കഴിക്കുന്നില്ല. പിന്നെ ഞാൻ ബൺ പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി മട്ടൻ കൂട്ടി ഒരു പൊറോട്ട കഴിച്ചു. ഒരു പൊറോട്ട പറഞ്ഞാൽ വളരെ ചെറുതാണ്, എന്നാലും കഴിച്ചു. അപ്പോൾ ഇതാ പിള്ളേർ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റും ഗ്ലാസും കറിയും എല്ലാം കൊണ്ട് നിൽക്കുക കേട്ടോ. സാലനയുണ്ട്, പിന്നെ മട്ടൻ ഗ്രേവി ഉണ്ട് കേട്ടോ. മട്ടൻ്റെ പെപ്പർ മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ തീർന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൺ പൊറോട്ട എന്നാ അങ്ങനെ എന്തോ ഒരു കടയിൽ നിന്നാണ് കേട്ടോ, ചന്ദ്രനഗറിലുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഇതാ അവർ കഴിക്കാൻ വേണ്ടിയിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി അടുക്കളയിലുള്ള കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അവിടെ കുറേ ബോട്ടിലുകൾ മാറ്റാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഓരോന്ന് എടുക്കുമ്പോൾ അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ ശീലമായിട്ടോ. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ പുറത്തോട്ട് തന്നെ വെച്ചു, തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കണം. നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളിനൊക്കെ എടുത്ത് മാറ്റി ഇനിയിപ്പോൾ വെള്ളം വെക്കണം കേട്ടോ. നമ്മൾ കിണറിലോട്ടൊന്നും വെള്ളം ഇപ്പോൾ എടുക്കാറില്ല. കിണർ പറഞ്ഞപ്പോൾ മനസ്സിലായോ? അപ്പോൾ വെള്ളം വെക്കാനുള്ള പാത്രം ഒന്ന് കഴുകുമ്പോഴത്തേക്കും റിഹാൻ വേഗം വെള്ളം നിറക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ വേഗം എൻ്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാത്രം വെച്ചിട്ടോ. അപ്പോൾ അവനവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് വെള്ളം നിറയുന്ന സമയം കൊണ്ട് 2 പ്ലേറ്റിങ്ങിലും എനിക്ക് കഴുകിയെടുക്കുക. ഇങ്ങനെ പണി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ വേഗം അവർ 2 പ്ലേറ്റിങ്ങിലും കഴുകിയെടുത്തു. വെള്ളമായപ്പോൾ റിഹാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവൻ്റെ ബോട്ടിൽ നിറയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഈ 2 ഫ്ലാസ്കില്ലേ, അതിലാണ് കേട്ടോ നമ്മൾ വെള്ളം നിറയ്ക്കാറ്. മറ്റേ വലിയ ഫ്ലാസ്ക് എടുക്കാറില്ല, അതിൽ ചൂട് നിൽക്കുന്നേ ഇല്ല. കുറേ വലിപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഗുണമില്ല കേട്ടോ അതുകൊണ്ട്. പിന്നെ ഞാൻ വേഗം പോയി ബാക്കിയുള്ള പാത്രങ്ങളിലേക്ക് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, ഇനിയിപ്പോൾ നാളെ എന്തുണ്ടാക്കും, നാളെ അടുക്കളയിൽ വരുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് കൊണ്ടുവച്ചു. വെള്ളമായപ്പോൾ അത് ഫ്ലാസ്കിലോട്ടൊന്ന് ഒഴിച്ചാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ ഗ്രീനും റെഡും ഹാർട്ട് ഇടണം. അതേപോലെ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും വീഡിയോ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ലൈക്ക് ചെയ്യണേ, എന്നാൽ തന്നെ നമ്മുടെ വീഡിയോസ് കുറേ ആൾക്കാരിലോട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം വെള്ളം നിറച്ചു. ഈ ഒരു പാത്രത്തിൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ 2 ഫ്ലാസ്ക് ഫുള്ളാവും. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും കേട്ടോ, തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി ഒഴിച്ചു വെച്ച വെള്ളം. അങ്ങനെ ഫ്ലാസ്കും കൊണ്ടുവച്ചു. ജനലൊക്കെ നടച്ചെടുത്തു കേട്ടോ. പിന്നെ വീണ്ടും പാത്രം കഴുകി അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്ത് നമ്മൾ ഇന്നത്തോടുകൂടി നമ്മുടെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീരുകയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കഹാനിക്ക് ഇനിയും ആളെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഇൻസ്റ്റ വഴി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ പ്ലീസ്. മറക്കരുത്. എന്താ പറയുക, കംപ്ലീറ്റ് വർക്ക് അറിയുന്ന, ഹാൻഡ് വർക്ക്, സ്റ്റിച്ചിങ് എല്ലാം അറിയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരാളെ തന്നെയാണ്. 2 ആളെ ഉണ്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നാളെ എന്നാലോചിച്ചിട്ട് ഞാൻ ഇതാ അടുക്കള വിടാൻ പോവുകയാണ് കേട്ടോ. പിന്നെ എന്താണ്, നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതേപോലെ നമ്മുടെ വാൾപേപ്പറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 2ഉം വൈറ്റും ബ്ലാക്ക്. പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ ഒരു പരിധി വരെ നിൽക്കുള്ളൂ കേട്ടോ. ടൈൽസ് ഇട്ട പോലെ അവിടെ അങ്ങ് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നോട് അതാണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നത്, എത്ര കാലം നിൽക്കും, എങ്ങനെ. അതൊക്കെ നമ്മുടെ യൂസേജിനനുസരിച്ച് കേടുവന്നാൽ പിന്നെ അടുത്തത് മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ വീഡിയോ വഴി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ
ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളവർ. നെഗറ്റീവ് ഇടുന്നവരാണെങ്കിലും പോസിറ്റീവ് ഇടുന്നവരാണെങ്കിലും എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ടൊന്നും അറിയില്ല, എന്നിട്ടും നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളോട് ഒത്തിരി 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 നന്ദി പറയാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ പോട്ടെ, ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.